പ്രവാസി കേരളീയർക്കായുള്ള സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിന്റെ രണ്ടാംഘട്ട എൻറോൾമെന്റിനും പരിഷ്കരിച്ച നോർക്ക കെയർ പ്ലസ് പദ്ധതിക്കും തുടക്കമായി. മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ മലപ്പുറം നോർക്ക സെല്ലിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. ടെക്നിക്കൽ അവസ്ഥയിൽ പ്രയോജനങ്ങൾ എല്ലാ ഭാഗത്തും വിനോദാവശ്യതയാണ് എത്തിക്കണം. 10 ഏർപ്പെടുത്തി നോർക്ക കെയർ കൂടുതൽ സ്ലാബുകൾ ഉൾപ്പെടുത്തി വിപുലീകരിക്കണമെന്ന് പ്രവാസി സമൂഹം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നോർക്ക കെയർ പദ്ധതിയെന്ന് അദ്ദേഹം പറഞ്ഞു. നോർക്ക കെയർ പ്ലസ് മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ ലോഞ്ചിങ്ങും അദ്ദേഹം നിർവഹിച്ചു. ലോകത്ത് പ്രവാസി സമൂഹത്തിനായുള്ള ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് നോർക്ക കെയർ എന്ന് ചടങ്ങിൽ ഓൺലൈനായി അധ്യക്ഷത വഹിച്ച് സംസാരിച്ച നോർക്ക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊളശ്ശേരി അഭിപ്രായപ്പെട്ടു. നോർക്ക കെയർ നിലവിൽ വന്ന് 4 മാസങ്ങൾക്കകം 10,000-ഓളം പോളിസി ഉടമകൾക്കായി ഇതുവരെ 88 കോടി രൂപയിലധികം ക്ലെയിം ഇനത്തിൽ നൽകാനായി. 18 മുതൽ 70 വയസ്സ് വരെയുള്ള സാധുവായ നോർക്ക പ്രവാസി ഐഡിയോ, സ്റ്റുഡന്റ് ഐഡിയോ, NRK ഐഡിയോ ഉള്ള പ്രവാസി കേരളീയർക്കാണ് എൻറോൾ ചെയ്യാനാകുക. 2025 സെപ്റ്റംബർ 22 മുതൽ നവംബർ 30 വരെ സംഘടിപ്പിച്ച നോർക്ക കെയർ ആദ്യഘട്ട എൻറോൾമെന്റിൽ 1,32,000 പ്രവാസി കേരളീയ കുടുംബങ്ങളാണ് എൻറോൾ ചെയ്തത്. മലപ്പുറം നോർക്ക സെല്ലിൽ നടന്ന ചടങ്ങിൽ നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ ഉല്ലാസ് കൃഷ്ണൻ ഓൺലൈനായി സ്വാഗതവും നോർക്ക റൂട്ട്സ് കോഴിക്കോട് സെന്റർ മാനേജർ സി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു.